സാധാരണ നമ്മൾ ഈ ചോദ്യചിഹ്നം ഉപയോഗിക്കുന്നത് ക്വസ്റ്റ്യൻസിന് ശേഷമാണ്, ചോദ്യങ്ങൾക്ക് ശേഷമാണ്. പക്ഷെ നിലവിലെ ഈ ഒരു സിറ്റുവേഷനിൽ കേരളത്തിലെ PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ജീവിതം തന്നെ ഒരു ചോദ്യചിഹ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾസും വിഷ്വൽസുമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് സ്ട്രീം ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ കേരള PSC ഓഫീസിൻ്റെ മുമ്പിൽ നടന്ന ഇന്നത്തെ പ്രതിഷേധ സമരം. അപ്പോൾ നമുക്കറിയാം ഒരുപാട് പേർക്ക് ഏജ് ഓവർ ആയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മൾ കണ്ട വീഡിയോയിൽ ഒരു 2-3 ചേച്ചിമാരുടെയൊക്കെ സങ്കടം കണ്ടാൽ നമുക്ക് സങ്കടം വന്നു പോകും. കാര്യം എന്ന് പറയുന്നത് അവർക്ക് ഏജ് ഓവറായി, അവർക്ക് 1-2 മക്കളുണ്ട്, കുടുംബകാര്യങ്ങൾ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, അല്ലേ? അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന പലർക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു വിഷമം നമ്മളിതൊരു പ്രതിഷേധിക്കുകയല്ല, അവരതിൽ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പ്രതിഷേധിക്കുകയല്ല, നമ്മുടെ സങ്കടം അറിയിച്ചതാണെന്നാണ് പറഞ്ഞത്, അല്ലേ? അപ്പോൾ ഒരു മര്യാദയ്ക്കുള്ള ഒരു അപ്രോച്ച് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു സമരത്തിൽ കാണാനായിട്ട് കഴിഞ്ഞത്. സമരം എന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല, അല്ലേ? നമുക്ക് ആവശ്യങ്ങളുണ്ട്, നമുക്ക് കിട്ടേണ്ട കുറച്ച് അവകാശങ്ങളുണ്ട്, നമ്മൾ അതിനെ നേടിയെടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ചെയ്യുന്ന നമ്മുടെ ഒരു മൂവ്മെന്റ് ആണല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഇതിനുണ്ടാവണം. വരുന്ന ദിവസങ്ങളിലും ഇതുപോലുള്ള എന്തെങ്കിലും സമരങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒത്തുചേരലുകളോ എവിടെയെങ്കിലും ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്താൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും എത്തുക. കാരണം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇത് നമ്മുടെ ജീവിതമാണ്, നമുക്ക് കിട്ടേണ്ടതാണ്, അല്ലേ? അപ്പോൾ ഒരുപാട് പേരുണ്ട്, 10-14 മണിക്കൂർ പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊന്നും ജോലിയിലേക്ക് കയറാൻ കഴിയുന്നില്ല, അവർക്കൊന്നും ഈ പ്രൊഫൈലിൽ മെസ്സേജ് വരുന്നില്ല, അല്ലേ? അപ്പോൾ ഞാനിപ്പോൾ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ താഴെയുള്ള കമൻറ്റ്സ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം അത് തന്നെയാണ്. കാര്യം ഒരുപാട് പേർക്ക് സങ്കടമാണ്, തീരാത്ത സങ്കടമാണ്. അപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഇപ്പോൾ പിന്നെയും ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്, പല പുതിയ കോഴ്സുകൾ തുടങ്ങുന്നുണ്ട്. നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലിൽ നിലവിൽ കോഴ്സും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇത് നിങ്ങളുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ ഈ കുറച്ച് കാലം കൊണ്ട് നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 1-2 ആഴ്ച കൊണ്ട് ഞാനിപ്പോൾ ക്ലാസ്സുകൾ ഇടുന്നതിനേക്കാളും കൂടുതൽ ഇപ്പോൾ ചെയ്യുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണ്. കാര്യം നമുക്ക് ക്ലാസ് മാത്രം ഇട്ടിട്ട് കാര്യമില്ല, ആ ഒരു ക്ലാസ് കൊണ്ട് മാത്രം നമ്മുടെ ജോലി അവിടെ തീരുകയല്ല. കാര്യം എന്താണ്, നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അറിയിക്കുക, അത് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക. അങ്ങനെ ഒരു മീഡിയ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ക്ലാസ് മാത്രം ഇട്ടുകൊണ്ട് ബാക്കി കാര്യങ്ങളിലെല്ലാം മൗനം പാലിച്ച് നിൽക്കുന്ന ആ ഒരു ചാനലിന്റെ രൂപത്തിലല്ല നമുക്ക് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എക്സ്റ്റേണൽ ഉണ്ടാകുന്ന പ്രഷറും കൂടുതൽ തന്നെയാണ്. നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ 2-3 ദിവസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്ന 1-2 വീഡിയോസ് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. വേറൊന്നും കൊണ്ടല്ല, അത് അമ്മാതിരി പ്രഷറാണ് പുറത്തുനിന്നുണ്ടായത്. അത് ഏതൊക്കെ തരത്തിലാണെന്ന് പറയാനായിട്ട് കഴിയത്തില്ല. കാര്യം കമൻസ് ആയിട്ടും ഫോൺ കോൾസ് ആയിട്ടും അങ്ങനെ ഒരുപാട് പ്രഷർ എക്സ്റ്റേണൽ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും പിന്നെയും ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത് വേറൊന്നും കണ്ടല്ല, നിങ്ങളുടെ കൂടെ നിൽക്കുക. കാര്യം ഇതൊരു സോഷ്യൽ മീഡിയ ആണല്ലേ. അപ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഇതിനേക്കാളും നല്ലൊരു മീഡിയ വേറൊന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുക, നിങ്ങളുടെ കൂടെ തന്നെ എന്നും നമ്മുടെ ചാനൽ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാൻ തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് നമ്മുടെ ഷോർട്ട് ലിസ്റ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം പ്രൊഫൈലുകളിൽ മെസ്സേജ് വന്നുകൊണ്ടിരുന്നത് ഇത്രയും കാലം എങ്ങനെയായിരുന്നു, പരീക്ഷ എഴുതി ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് അല്ലേ പ്രൊഫൈലിൽ മെസ്സേജ് വന്നത്. പക്ഷേ ഇപ്രാവശ്യം നടന്ന സിറ്റുവേഷൻ നേരെ തിരിച്ചാണ്. ആദ്യം നമ്മുടെ പ്രൊഫൈലുകളിലേക്ക് മെസ്സേജ് വന്നു, അതിനുശേഷമാണ് ഇനി ഷോർട്ട് ലിസ്റ്റ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പേ ഇറങ്ങിയ ഒരു റൂമർ എന്ന് പറയുന്നത് എന്താണ്, ഇനി ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാവത്തില്ല, ഇനി റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക എന്ന് പറയുന്ന രീതിയിൽ ഒരു സംസാരം പലയിടത്തും വരികയുണ്ടായിട്ടുണ്ട്. അത് പല PSC ഉദ്യോഗസ്ഥർ തന്നെയാണ് അത് പറഞ്ഞത് എന്ന് ഓർക്കുമ്പോഴാണ് പിന്നെയും കോമഡി ആയിട്ട് മാറുന്നത്. എന്നിട്ട് നമ്മളൊരു ഫോൺ കോൾ ടേപ്പിംഗ് ഒക്കെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ഫോൺ കോൾ റെക്കോർഡ് കേട്ടിട്ടുണ്ടായിരുന്നു. എന്താണ്, നമ്മുടെ തൊഴിൽവീതിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഫോൺ കോൾ റെക്കോർഡ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അതിനകത്ത് പറയുന്നത് എന്താണ്, അതിനകത്ത് നമ്മൾ തൊഴിൽവീതി വാങ്ങിച്ചവരാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ തൊഴിൽവീതി നോക്കുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ഓരോ ജില്ലയിലും അല്ലെങ്കിൽ എടുത്ത ആൾക്കാരുടെ എണ്ണം അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഒന്ന് ആലോചിച്ച് നോക്കി, തൊഴിൽവീതി പോലൊരു മാഗസീന് ഇങ്ങനെ ഒരു ഡേറ്റ കൊടുക്കാനായിട്ട് കഴിയണമെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് ഹോൾഡ് ഉണ്ടായിരിക്കണം, അല്ലേ? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് തൊഴിൽവീതിയിലോട് വിളിച്ച് സംസാരിച്ച ഒരു വോയിസ് കോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നോ? അതിൽ തൊഴിൽവീതിയിലെ ആ ഒരു എഡിറ്റർ എന്നുവെച്ചാൽ ഈ പർട്ടിക്കുലർ വാർത്ത തന്നിട്ടുണ്ടായിരുന്ന എഡിറ്ററിനോട് ഇങ്ങനെ സംസാരിക്കുകയാണ് ഒരു പുള്ളിക്കാരൻ. അപ്പോൾ പുള്ളിക്കാരൻ ചോദിക്കുന്ന വേറെ ഒന്നുമല്ല, എഡിറ്ററിൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഈ വാർത്ത ശരിയാണോ, ഇതിന്റെ സോഴ്സ് എവിടെയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും തൊഴിൽവീതിയിൽ ആ ഒരു വാർത്ത തന്ന ആൾക്ക് ഇതിന് പർട്ടിക്കുലർ ആയിട്ടൊരു മറുപടി പറയാനായിട്ട് കഴിയുന്നില്ല. പുള്ളിക്കാരൻ പറയുന്ന ഇതാണ്, നമുക്ക് നോക്കാം, അടുത്ത ആഴ്ച ഈ ഒരു ലിസ്റ്റാണ് വരുന്നത് എങ്കിൽ നിങ്ങളുടെ ഈ സംശയം മാറുമല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ നമുക്കറിയാം കോൾ ടേപ്പിംഗ്, കോൾ റെക്കോർഡിങ് തീർച്ചയായിട്ടും ഇങ്ങനത്തെ ന്യൂസ് മാഗസീൻസിനും അല്ലെങ്കിൽ പത്രവാർത്താ സ്ഥാപനങ്ങൾക്കും അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഫെസിലിറ്റീസ് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഒരു റിലേഷൻ മതി, നമ്മുടെ PSC ഓഫീസ് പോലുള്ള ഏതെങ്കിലും സർക്കാർ സ്ഥാപനങ്ങളിൽ എന്തായാലും റിലേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ചെറിയ റിലേഷൻസ് മതി ഇങ്ങനെ ഒരു വാർത്ത ലീക്ക് ആവാനായിട്ട്, അല്ലേ? അപ്പോൾ PSC നോട്ടിഫിക്കേഷൻ ഇടുന്നതിന് മുന്നേ വാർത്തകൾ തൊഴിൽവീതിയിലും തൊഴിൽ വാർത്തയിലൊക്കെ വരെയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്രമാത്രം സുതാര്യതയാണ് ഇതിനകത്തുള്ളതെന്ന്.
അതുപോലെ തന്നെ ഇന്നലെ PSC ചെയർമാൻ്റെ ഒരു ഇന്റർവ്യൂ ഞാൻ ഓൾറെഡി അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിനകത്ത് നമ്മുടെ ചെയർമാൻ പറയുന്നത് എന്താണ്? ആൾക്കാരുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഷോർട്ട് ലിസ്റ്റ് കുറയ്ക്കുന്നത് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് കുറയ്ക്കുന്നത് അതിനു വേണ്ടിയാണ് അല്ലേ? അപ്പോൾ ആൾക്കാരുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് ലിസ്റ്റ് കുറയ്ക്കണം. ഇപ്പം എടുത്തിട്ടുള്ള പോളിസി വേറെ ഒന്നുമല്ല, മാക്സിമം ആൾക്കാരെ കുറയ്ക്കുക എന്ന് വെച്ചാൽ നേരത്തെ 500 പേരുണ്ടായിരുന്ന ലിസ്റ്റിൽ ഇപ്പം 100 പേരാക്കുക, എന്നിട്ട് 100 പേർക്കും അപ്പോയിൻമെന്റ് കൊടുക്കുക, എന്നിട്ട് പുറത്ത് പറഞ്ഞുകൊണ്ട് കിടക്കുക എന്താണ്? നമ്മൾ ലിസ്റ്റിലെടുത്ത് എല്ലാവർക്കും ജോലി കൊടുത്തു അല്ലേ? ആ ഒരു അജണ്ടയാണ് നിലവിൽ ഇപ്പോൾ കേരള PSC സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഈ ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതെന്തല്ല പ്രതിഷേധമല്ല, ഇത് നമ്മുടെ സങ്കടങ്ങൾ എന്ത് ചെയ്തതാണ് നമ്മൾ പുറമെ കാണിച്ചതാണ് അല്ലേ? അപ്പോൾ ഇത് നമ്മുടെ അവകാശങ്ങളാണ്. അപ്പോൾ അതിൽ പറയുന്നൊരു കാര്യമുണ്ട്, അവർക്ക് എന്തുണ്ട്? PSC ചെയർമാനിലും കേരള PSCയിലും നമ്മുടെ കേരള സർക്കാരിലും മുഖ്യമന്ത്രിയിലൊക്കെ എന്തുണ്ട്? അവർക്ക് വിശ്വാസമുണ്ട്, പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? ഇതിന് തക്കതായിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ ഇതിന് തക്കതായിട്ടുള്ള നല്ല നല്ല നടപടികൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കും എന്നാണ് അവരും പ്രത്യാശിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കും അങ്ങനെ തന്നെ നമുക്കും പ്രത്യാശിക്കാം. അതുപോലെ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ LECയുടെ കട്ട് ഓഫ് എത്രയാണ്, LGSന്റെ കട്ട് ഓഫ് എത്രയാണ്, അങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നിലവിലിപ്പോൾ അതിൽ ഒരു മറുപടി പറയാനുള്ളത്, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പുകളിൽ പല ടെലഗ്രാം ഗ്രൂപ്പുകളിലും എന്ന് വെച്ചാൽ 1000 ലക്ഷക്കണക്കിനും മെമ്പേഴ്സ് ഉള്ള ടെലഗ്രാം വെരിഫൈഡ് ഗ്രൂപ്പുകളിൽ എന്തുണ്ട്? ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. പ്രൊഫൈലിലേക്ക് മെസ്സേജ് വരെയാണ്. അതിൽ ജനറലിൽ ഏറ്റവും കുറഞ്ഞ മാർക്കിൽ പ്രൊഫൈലിൽ മെസ്സേജ് വന്ന ആർക്കാണ്, ആ ഒരു രീതിയിലൊരു സർവേ എടുത്തിട്ടാണ് അവരും അതിനകത്ത് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് എത്രമാത്രം ശരിയാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു 90% ശരിയാണെന്ന് തന്നെ പറയാനായിട്ട് കഴിയും. പക്ഷേ LGSന്റെയൊക്കെ കട്ട് ഓഫ് ശരിയാവരുത് എന്നാണ് നമുക്കും പ്രാർത്ഥിക്കാനുള്ളത്, പ്രതീക്ഷിക്കാനുള്ളത്. കാര്യം വന്ന ഒരു റിപ്പോർട്ട് അതുമായിട്ട് നിങ്ങളുമായിട്ട് എനിക്കത് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. കാര്യം ആ ഒരു ലെവലിലോട്ടാണ് LGSന്റെയൊക്കെ ഒരു കട്ട് ഓഫിന്റെ ഒരു ഉയർച്ച എന്ന് പറയുന്നത്. എന്തായാലും ആ ഒരു ലെവലിലോട്ടൊക്കെ ഇതൊന്നും മാറാതിരിക്കട്ടെ. എന്തായാലും എല്ലാവർക്കും കഷ്ടപ്പെട്ട് പഠിച്ച എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ. PSCയുടെ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് അവർ പിന്നോട്ട് മാറട്ടെ. അങ്ങനെയൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വരുന്ന അപ്ഡേറ്റുകളും അതുപോലുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക, നമുക്ക് തീർച്ചയായിട്ടും അത് സംസാരിക്കാം, ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാം. അതിന് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നാൽ മതി, ഞാനും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും വരുന്ന അപ്ഡേറ്റുകളും ക്ലാസ്സുകളും നോട്ടിഫിക്കേഷൻസിനുമായിട്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.